ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഗേസ്, അനിയെന്തോ പോകുന്നു, അനിയെന്ന് കടയിൽ പോയില്ല, ഇന്നൊരു ലീവ് എടുത്ത് അവൻ വീട്ടിൽ ഉണ്ട്. ഗേസ്, ഇന്നൊരു പ്രത്യേകത ഉള്ള വ്ളോഗാണ്. അതായത് ഞാൻ ഒരുപാട് വ്ളോഗ് എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഫോൾഡറാക്കി വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇന്നൊരു കിടിലം വ്ളോഗ്, അത് മിക്സഡ് വ്ളോഗാണ് ഇന്ന് വരുന്നത്. നമ്മുടെ 1-2 ബർത്ത്ഡേ സെലിബ്രേഷനും അതുപോലെ തന്നെ നാട്ടിൽ നടന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വ്ളോഗിലുള്ളത്. നമ്മുടെ റിജാസിന്റെ, അതുപോലെ ശ്രീകുട്ടന്റെ അനിയത്തിയുടേത്, യാസിന്റെ താത്താരത്, അങ്ങനെ 1-2 ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയത് കണ്ടുപോകും. കേസ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ശ്രീകുട്ടൻ്റെ വീട്ടിലെത്തേക്ക് കുറച്ച് ഓട എടുക്കാണ്ടായിരുന്നു. ഓടൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നടാ എക്സ്പീരിയൻസ്? വെറും 200 ഓട്, 260 ഓട്. കേസ് അപ്പോൾ നമ്മുടെ ക്ലബിലെ സൗന്ദര്യ സ്നേഹികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൗന്ദര്യ അതാണ് എനിക്ക് കിട്ടാത്ത ശരീര സൗന്ദര്യ ആരാധകർക്ക് വേണ്ടിയിട്ട്. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇതാ നമ്മൾ ചെറിയൊരു കണ്ണാടി സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലബിൽ വെക്കണ്ട, നമുക്ക് പുതിയ ക്ലബ് വെച്ചിട്ട് 2ാമത്തെ നിലയിൽ വെക്കാം. നമ്മളൊരു കണ്ണാടി വെച്ചേട്ടാ. മഹേഷേട്ടനെ കണ്ണാടി വെക്കേണ്ട കാര്യമില്ല മഹേഷേട്ടാ, നിങ്ങൾ സുന്ദരനല്ലേ. ശ്രീകുട്ടന്റെ വണ്ടി പഞ്ചറായിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനെ വന്നിട്ടുണ്ട്, ടയർ മാറ്റിയിട്ട് നമ്മൾ ടയർ ഇട്ടോണ്ടിരിക്കുകയാണ്. ഒരു ചെരുപ്പില്ല, അത് ഇവിടെ ഇരിക്കുന്ന അച്ഛൻ ഇവിടെ കണ്ടു പഠിച്ചു. അടുത്തന്നെ ഏതെങ്കിലും വണ്ടി ഇതാകുമ്പോ ഊരാനുള്ളതാണ്. അല്ലല്ല 1 മില്യൺ ഊരിയ കണ്ട് കൂടാരായിരുന്നു. നീ കൂടെ ഇരുന്നോണ്ട, അല്ലെങ്കിൽ നല്ലൊരു ഊരിയനെ. കണ്ടോമരെ പെരയിടത്തിൽ കയറി നെല്ലിക്ക പറിക്കുന്നത്. പച്ച നെല്ലിക്ക ഇതോ 3 ഞാൻ പിടിച്ചടാ. ഓ പിന്നടി. അങ്ങനെ ഇതാ മിനി കൂപ്പറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അക്രമം തന്നെയല്ലേ ആദി. എല്ലാം മണ്ടന്മാരാണ് കേട്ടാ. അടുത്ത വീട്ടിൽ ഒരു TV, ബാക്കി കാര്യങ്ങളെല്ലാം തോലും അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. ഗേസ് അപ്പൊ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചോണം പറയും. എന്തിനാണ് അച്ചോണം ഇത്? പ്രളയത്തിൽ തകർന്ന വയനാടിനത്തേക്ക് വണ്ടി 50 വീട് വെച്ച് കൊടുക്കാൻ DYFI ആക്രി സാധനങ്ങൾ സമാഹരിച്ച് ആ പൈസക്ക് 50 വീട് വെച്ച് കൊടുക്കാനായിട്ടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആക്രി പറക്കി അത് സ്വരൂപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് നമ്മുടെ ഈ ഇത് പറഞ്ഞാൽ എത്ര വീടാണ്? 20 വീടാണ്. എത്ര? ആദ്യം 25 വീട് പ്രഖ്യാപിച്ച് മൊത്തം 50 വീട്. കേസ് 50 വീട് വെച്ച് കൊടുക്കാനുള്ള ഡിസിയുടെ പരിപാടിയിൽ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. സൈക്കിളൊക്കെ ഉണ്ടല്ലോടാ. മറ്റേ VR അല്ലേ ഇത്? തക്കടു അതെടുത്ത്. അതിന്റെ പേരെന്തിനാണ് തക്കടു? അതിന്റെ പേരെന്താന്ന്? കമ്പ്യൂട്ടറാ? സാധനങ്ങളെല്ലാം പറിക്കാണ്ട് എത്രയായി കേട്ടോ. ഗീസ്, എന്റെ ഇല്ലാത്ത കൂട്ടുകാരനായിട്ടുള്ള ആര്യൻ അവന്റെ ഒരു സോഫ്റ്റ്വെയർ ട്രൈ ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചു. 10 മടങ്ങ് വരെ പൈസ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് റൗണ്ടിൽ ഒരു 1000 രൂപ വെച്ചിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കുന്നത്. എന്താവും നോക്കാം. ഇവിടെ ഒരു സാധനം മേളിലോട്ട് പോകുന്നതായിട്ട് കാണാം. ഇത് വന്ന് നിൽക്കുന്നത് 7.03x ആണ് വന്ന് നിൽക്കുന്നത്. മുകളിലായിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം 6740 രൂപ നമ്മൾ ഈ ഒരു പ്രൊഡിക്റ്റിൽ വിൻ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും ഇത്തവണ സ്റ്റാർട്ട് കൊടുത്തപ്പോഴത്തേക്ക് 7.46 എനിക്ക് കറക്റ്റ് വരേണ്ടത്. അപ്പൊ എന്തായാലും ഈ ഒരു സാധനം പൊങ്ങി 7.46 വരുമോ നമുക്ക് എന്തായാലും നോക്കാം. ഓ ഗായ്സ്, അപ്പൊ ഇതെല്ലാം അവർ അയച്ചു തന്ന ക്ലിപ്പ് കൊണ്ട് തന്നെ കറക്റ്റ് 7.46 വന്ന് നിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപ കിട്ടി നിങ്ങൾ നോക്ക്. 37,340 രൂപ കിട്ടിയെന്നാണ് അവർ കാണിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ആര്യന്റെ ആ ഒരു ടെലഗ്രാം ചാനലിലെ ലിങ്ക് വേണമെങ്കിൽ
ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ടെക്സ്റ്റ് മീ എന്നുള്ള സ്ഥലത്ത് ഐ ആം ഫ്രം അസീം വ്ലോഗ്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ നല്ല രീതിക്ക് ആക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഈ അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഞാൻ ക്ലബ്ബിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നല്ലേ 2 ദിവസം? അടിപൊളിയായിരുന്നല്ലേ? സമാധാനം ഉണ്ടായിരുന്നു 2 ദിവസം. ഓ ശരിയടാ റിജാസെ, ഞാൻ പോണേടാ. റിജാസ് ഇവിടെ ഷോക്ക് വരുന്നത്, അതാണ് ഞാൻ. ഓ അങ്ങനെ ഞാൻ കല്ലറെത്തിയപ്പോ എന്റെ ഒരു പഴയ കൂട്ടുകാരനെ കിട്ടി, അസ്ലം ഷാ. അലിയ എന്തൊക്കെ പറയലിയ, ഇതൊരു പറയണ്ട പണ്ടത്തെ ഓർമ്മകള് നിന്റെ കാര്യം. ഇത് പഴയ ചക്കായിരുന്നു, ഇപ്പഴും ചക്കാണ് അല്ലേ എളിയ? ഒരു ഹായ് പറയലിയ. നമ്മുടെ ക്ലബിൽ വന്നപ്പോ പുതിയ ഒരു ഐഡിയ, ഇത് അപ്പൂസ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കട്ടില് ഇത് കണ്ടാ? അപ്പൂസത്തെ കട്ടിലൊക്കെ നമ്മളൊന്നപ്പോ ഉറങ്ങുന്നത്. നോക്ക് നോക്ക്, കട്ടില്. അങ്ങനെ നമ്മളെല്ലാരും ഒന്ന് തണുപ്പിക്കാനായിട്ട് ഇതിന്റെ ബേ, എന്തൊരു ഐസ് ബേ, ഐസ് ബേ എന്ന് ഓരോ ഐസ്ക്രീം കുടിക്കുന്നു. ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് ഇവര് MC പഠിക്കാൻ പോകുന്നു. ഞാനും തക്കുടു, നമ്മുടെ പൊന്നുണ്ണിയുണ്ട്. നമുക്ക് എന്തായാലും ഷോപ്പുകളിലോ കൊണ്ടുപോകണമെന്ന് കയറാം. കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ തപ്പിയിട്ട് കിട്ടാത്ത സാധനം നമ്മൾ ഇന്ന് ഇവിടെ നോക്കിക്കും. അല്ലേ തക്കുടു? അതെ അത് തന്നെ, കയറ്. അങ്ങനെ തക്കുടു ചെയ്ത പണിക്ക് നാളെ ഗേസ് ഇനി മുതൽ തക്കുടു നമ്മളോടൊപ്പം കാണൂല. പണിയില്ലേ ഗേസ്? തക്കുടു ഇനി മുതൽ നമ്മുടെ വ്ലോഗിൽ കുറവായിരിക്കും. തക്കുടു ഞാൻ ഇപ്പൊ കുറച്ച് പണിക്കൊക്കെ പോയി നല്ലൊരു നില എത്താനുള്ള പരിപാടി. ഓ ഏതാ ഗേസ്? അങ്ങനെ നമ്മൾ ചിരിപ്പൊക്കെ മേടിച്ചോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അളവല്ലേ? സെറ്റാണ്. അച്ഛനും പേടിച്ച് സെറ്റല്ലേ? ഓ ഗേസ്, അപ്പൊ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ വൈകുന്നേരം ആയപ്പോ നമ്മൾ 5 പേര് ശ്രീകുട്ടന്റെ അമ്മേനെ വിളിക്കാൻ വന്ന കൂട്ടത്തിൽ നമ്മൾ കയറിയതാണ്. പക്ഷേ നമ്മൾ ഇന്നാണ് അറിയുന്നത് നമ്മുടെ റിജാസിന്റെ ബർത്ത്ഡേ ആയിരുന്നെന്ന്. സോ ഇന്ന് റിജാസിന്റെ വക ചെലവാണെന്ന്. അല്ലേ? അല്ല, ഇന്നത്തെ ചെലവ് നമ്മുടെ റിജാസിന്റെ വകയാണ്. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ നമ്മുടെ റിജാസിന്റെ വകയല്ല, റിജാസിന്റെ ബർത്ത്ഡേ ആവുമ്പോ നമ്മുടെ വക റിജാസിന് ഒരു ചെറിയ ചെലവാണ്. വൈകുന്നേരം വരെ അറിഞ്ഞില്ല. ഇന്ന് കേസ് ഇവരെല്ലാരും പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? പോസ്റ്റ് ഓഫീസിൽ അക്ഷയ കേന്ദ്രത്തില് പോസ്റ്റ്മാന്റെ എന്തോ വേക്കൻസി എഴുതി കൊടുക്കാനാണ് പോയത്. അപ്പോഴാണ് ഇവന്റെ ആധാർ നമ്മൾ കാണുന്നതും അവിടുത്തെ ചേച്ചി ഇന്നാണ് നിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്. അല്ലടാ? ഗേസ് അങ്ങനെയാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടെ ചെറിയൊരു എല്ലാരും കൂടെ ഇപ്പൊ ഇവന്റെ ചെലവിനായിട്ട് വന്നതിന് അച്ഛനെ വിളിക്കുന്നത് എന്തിനാണെന്തോ വണ്ടി കൂടെ കണ്ടിട്ട് വിളിക്കിയിരിക്കും. നോക്കട്ടെ ഗേസ്. അങ്ങനെ റിജാസിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഗേസ് എല്ലാ കൂട്ടത്തിലും കാണും എന്തെങ്കിലും കട കണ്ട് അപ്പൊ എന്തെങ്കിലും മേടിക്കുന്നവരുത്തൻ. നമ്മുടെ കൂട്ടത്തില് ശ്രീകുട്ടനാണ്. ശ്രീകുട്ടൻ ഇതുപോലെ മേടിച്ചൊരു ഷർട്ടാണ് ഇതാ ഇപ്പൊ ഇട്ടേക്കുന്നത്. ഇതുവരെ അതിൽ നിന്ന് ഊരിയിട്ടില്ല. ഇപ്പൊ വരുന്ന വഴിക്ക് ഷർട്ട് കണ്ടെന്ന് പറഞ്ഞ് ഷർട്ടും ഷൂ ഒക്കെ എടുത്ത് ഇതുപോലെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം ഗേസ്. അപ്പൊ നമ്മള് റിജാസിനെ പറഞ്ഞത് വെടിയിലോട്ട് താഴോട്ട് വിട്ടിട്ടുണ്ട് ഗേസ്. അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യണം. അതിന്റെ ബേക്കിൽ കേക്ക് ഇതോ അതിന്റെ ബേക്കിലിരിക്കുന്നു. കേക്ക് അങ്ങ് എടുത്ത് പറ സെറ്റ്. ഗിഫ്റ്റ് നിന്റെ സാധനം ഗേസ്. നമ്മള് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് അവനുള്ള ഗിഫ്റ്റാണ് മേടിച്ചത് കേട്ടാ. നമ്മളൊരു ഷൂവും മേടിച്ച് പിന്നെ ഒരു ഷർട്ടും മേടിച്ച്. പെട്ടെന്നായിരുന്നു ഗീസ്, നമ്മൾ അറിഞ്ഞില്ല, ഉച്ചയ്ക്കായി പോയി. വരാത്തെന്ത് എന്തിരി? അത് നമുക്ക് തന്നെ കൊടുക്കേ. എടാ ഇത് തുറന്നു വേടാ ഹർഷേ, തുറക്ക് തുറക്ക്. വരുന്ന കിട്ടിയടാ. ഹാപ്പി ബർത്ത്ഡേ പഠിക്കും. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. എന്തിനാ റിജാസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ റിജാസ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറഞ്ഞായിരുന്നു ഇതുവരെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല.
എന്താണ് റിജാസ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാത്ത? അങ്ങനെ പെട്ടെന്നാണ് നമ്മൾ അറിഞ്ഞില്ല. ഉച്ചയ്ക്ക് നമ്മൾ ഇവന്റെ ഒരു ഫോം അയക്കാൻ പോയപ്പോ അവിടത്തെ ചേച്ചിയാണ് ഇത് നോക്കിയിട്ട് പറഞ്ഞത് ഇന്ന് ഇവന്റെ ബർത്ത്ഡേ ആണെന്ന്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്, ഇല്ലെങ്കിൽ അറിയില്ലായിരുന്നു. ചെലവ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് മിണ്ടാതിരുന്നാണ് ഞാൻ. വൈറ്റ് ഭാഗ്യം കൊണ്ട് ഇതാ ശങ്കരണ്ണൻ. ശങ്കരണ്ണ വാ. അവ സെലക്ട് ചെയ്തത് നീ എന്നെ എടുക്കുന്നത് നിനക്ക് തന്നെ കിട്ടുന്നത്. അവനെ തന്നെ എല്ലാം കഴിഞ്ഞിന് കേക്ക് കിട്ടി. കേക്ക് കഴിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുറിഞ്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. എത്രാമത്തെ ബർത്ത്ഡേടാ? 20 കെട്ടാറായില്ല അച്ഛൻ. അടുത്ത വർഷം ഒന്ന് നോക്കിയാലൊന്ന്. വേണ്ട ഒറ്റയ്ക്ക് തന്നെ ചെലവ് കൊടുക്കണ്ട. ഞാനിവിടെ കൂടെ ക്ലബ് ചെയ്യുന്നിരിക്കും. ഗൈസ്, അങ്ങനെ റിജാസിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നേരെ നമ്മുടെ വാവയുടെയും അതായത് ശ്രീകുട്ടിന്റെ അനിയത്തിയുടെയും യാസിന്റെ താത്ത ബുസ്റായുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതും കൂടെ കണ്ടോക്ക്. ഹാപ്പി ബർത്ത്ഡേ അനിയത്തി കുട്ടിയെ. ഓ ചേട്ടന്റെ സ്നേഹം. ഗൈസ്, ഇതാണ് വാവയുടെ ബർത്ത്ഡേ. വാവേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ വാവേ. പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை, புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே, நேற்று வரை நேரம் போகவில்லையே, உனதருகே நேரம் போகவில்லை. അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട്, കറണ്ട് ഇല്ല എന്നാലും അടുത്ത സ്ഥലത്തോട്ട് ബൈക്ക് റാലിയായിട്ട് അങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അയ്യോ പഴയ ഡോണാണ് കേട്ടോ, അതുകൊണ്ട് തലപ്പാക്കിട്ടും കാര്യങ്ങളൊക്കെ എല്ലാരും കയറി വരും. സ്വന്തം വീട് അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബുസ്റയ്ക്ക് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അനിയന്റെ വക കേക്ക്. അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ, ഞാൻ എങ്കു സൗഖ്യമേ, ഉന്നെ എണ്ണി പാർക്കയും കവിത സുട്ടത്, അത് എഴുത നിനക്കയിൽ വാർത്ത മുട്ടത്. ഗെയ്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ കുറച്ച് ദിവസമായി വ്ളോഗും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എല്ലാം ആക്റ്റീവാക്കി പൊടിയേറ്റി എടുക്കുന്നതായിരിക്കും. ആര്യൻസിന്റെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, സൂക്ഷിച്ച് കണ്ട് മാത്രം യൂസ് ചെയ്യുക. ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇത്രയുള്ള. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വ്ളോഗായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ ഗെയ്സ്, ലവ് യു ഓൾ, ടാറ്റാ.